അതൊന്ന് മെസ്സേജ് സ്പ്രെഡ് ചെയ്താൽ ഇന്നലെ ചെറിയ ഭാഗത്ത് പോലീസിനെ അവിടെ ഏതാണ്ട് 30ഓളം പോലീസിനെ അവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി. ഇവിടെ കൃത്യമായി എങ്ങനെയാണ് ഇതിന്റെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ പോലീസും നമ്മുടെ QR ടീം, സ്ട്രൈക്കറും എല്ലാ ടീമും ഇവിടെ ഉണ്ട്. ആൾക്കാരെ മാറ്റുവാണ്. നിങ്ങളും കൂടി അതിന് അവർക്കൊന്ന് പറഞ്ഞിട്ട് മാക്സിമം ആളുകളെ ഇവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം കേട്ടോ. കണ്ടെയ്നറുകളുടെ എണ്ണം ഏതെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ട്? ഇല്ല, വന്നുകൊണ്ടിരിക്കുക. ഒത്തിരി കാണാം, നമുക്ക് കടലിൽ കാണാം, ഒത്തിരി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് റിമൂവ് ചെയ്യാം. ശരി. കോർഡിനേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ലോക്കൽ ക്രെയിൻസ് ഉപയോഗിക്കുന്നുണ്ട്, കസ്റ്റംസും വരുന്നുണ്ട് കേട്ടോ. ശരി, താങ്ക് യു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഞ്ജലിയാണ് സംസാരിച്ചത്. എന്തായാലും ഈ കണ്ടെയ്നർ കൂടുതലായി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അകലം പാലിക്കണം. നമ്മുടെ ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിനാശം ഉണ്ടാകുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനും അവിടെ ചേർന്ന് നിന്ന് സെൽഫി എടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സ്വഭാവം മലയാളി കഴിഞ്ഞ കുറച്ച് കാലമായി വളർത്തിയെടുക്കുന്നുണ്ട്. ഈ ഡിസാസ്റ്റർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കണ്ടെയ്നർ അടുത്തേക്ക് പോകരുത്, ഇതിൽ സ്പർശിക്കരുത്, കാര്യം ഇതിൽ രാസവസ്തുക്കളുണ്ടോ എന്ന് സംശയമുണ്ട്. മാത്രമല്ല മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം വന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ നമ്മൾ പറയുന്ന ഈ സന്ദേശം ഒന്ന് പ്രചരിപ്പിക്കണം എന്ന് തന്നെയാണ്. കാരണം ആളുകൾ ഒരു കാരണവശാലും ഇതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഇത് ചാരി നിൽക്കാനോ ഇത് തൊട്ടു നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ നമ്മൾ നേരിടുന്ന, നമ്മുടെ ജനസമൂഹം നേരിടുന്ന ചെറിയ പ്രതിസന്ധിയാണ്. ഏതോ ഒരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ ദുരന്തങ്ങളും കേരളത്തിലേക്കാണല്ലോ വരുന്നത്. അതെ, നമ്മുടെ തലയിലെഴുത്താണോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. ആ രീതിയിൽ ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങൾ നമ്മെ തേടി വരികയാണ്. അതിനിടയ്ക്ക് കോവിഡിന്റെ ഡീറ്റെയിൽസ് വേണമെന്നൊരു പ്രേക്ഷകൻ പറയുന്നു. കോവിഡ് അല്ല, തൽക്കാലം ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിലൊന്ന് കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യം പറയാം. ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്, അത് കൊല്ലം ഭാഗങ്ങളിലേക്കൊക്കെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തീരപ്രദേശം തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ വലിയ ഒരു ആശങ്കയാണ്. അതുപോലെ തന്നെ ഈ മത്സ്യ മാർക്കറ്റിലേക്കൊക്കെ മത്സ്യം പോകാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഇതുമൂലം ഉണ്ടാകുമെന്നുള്ള ഭയമൊക്കെ അവർക്ക് ഉണ്ടാകും. എന്നാൽ അത്തരം അന്ധവിശ്വാസങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ കാരണമില്ല എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുന്നത്. മറ്റുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? SK അല്പം മുമ്പ് കൊല്ലം ACP പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ സമീപത്തേക്ക് പോകരുത്. കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൊല്ലത്തിന്റെ വിവിധ തീരമേഖലകൾ, ശക്തികുളങ്ങരയ്ക്ക് സമീപം മദാമത്തോപ്പ്, ചവറയ്ക്ക് സമീപം പരിമണം, വലിയഴീക്കൽ, ചെറിയഴീക്കൽ തുടങ്ങിയ സ്ഥലങ്ങൾ. ഇതോടൊപ്പം തന്നെ ACP അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നീണ്ടകര ഹാർബറിലേക്കും ഈ കണ്ടെയ്നറുകൾ വരുന്നുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ കാണുമ്പോൾ കണ്ടെയ്നറുകൾ വരുന്ന സ്ഥലത്തേക്ക് പോകരുത്. കാരണം അതിൽ ഒരുപക്ഷെ മാരകമായ രാസവസ്തു അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളാകാം. ആ കണ്ടെയ്നറുകൾക്ക് അടുത്ത് പോകരുത് എന്ന നിർദ്ദേശം അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിരുന്നതാണ്. ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള കണ്ടെയ്നറുകളാണെങ്കിൽ അത് വലിയ തോതിലുള്ള അപകടത്തിന് ഇടയാക്കിയേക്കും. പ്രത്യേകിച്ച് കാൽസ്യം കാർബൈഡ് അടങ്ങിയ ആ കണ്ടെയ്നറുകൾ അത് കടലിലെ ജലവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അസറ്റലൈൻ എന്ന് പറയുന്ന അതീവ ജ്വലനശേഷിയുള്ള രാസവസ്തുവായി മാറാനുള്ള സാധ്യതയുണ്ട്. ചുണ്ണാമ്പുകല്ലും കാർബൈഡും അത് 2000 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാണ് ഈ രാസവസ്തു ഉണ്ടാക്കുന്നത്. വെൽഡിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണിത്. അതുകൊണ്ടാണ് അതീവ അപകടാവസ്ഥയിലുള്ള രാസവസ്തുവാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് സമീപത്തേക്ക് പൊതുജനങ്ങൾ പോകരുത് എന്ന നിർദ്ദേശം അധികൃതർ ആവർത്തിച്ച് നൽകുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൊല്ലം തീരമേഖലയിലുള്ളവരും കൊല്ലം ജില്ലയിലുള്ളവരുമൊക്കെ കണ്ടെയ്നറുകൾ വരുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് അവിടേക്ക് ഓടാൻ നിൽക്കരുത്. അവിടെ പോയി സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഉള്ള ശ്രമങ്ങൾ നടത്തരുത്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ ആവർത്തിക്കുന്നത്. ഇതിന്റെ മുൻകരുതലിന്റെ ഭാഗമെന്നോണം ചെറിയഴീക്കൽ അവിടെ ജനവാസ മേഖലയാണ്. അവിടെ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ചില വീട്ടുകാരെ, ഏതാണ്ട് 5ഓളം വീട്ടുകാരെ അതിന് സമീപത്ത് നിന്ന് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലും ഈ വരുന്ന കണ്ടെയ്നറുകൾ എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ ഇപ്പോൾ അധികൃതർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. ഏതായാലും ഈ കണ്ടെയ്നറുകളെ നീക്കം ചെയ്യാനാണ് തീരുമാനമെന്നാണ് അല്പസമയം മുമ്പ് ACPയുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ വരുന്ന കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഒരുപക്ഷെ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കുക. ഈ കണ്ടെയ്നറുകൾ
ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് കൂടുതലായി കാണപ്പെടുന്നുണ്ട്, കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അധികൃതർ കണ്ട് അവർക്കത് ബോധ്യമായതാണ് എന്നും ACP അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 13 കണ്ടെയ്നറുകളിലാണ് ഈ രാസവസ്തു സാന്നിധ്യമുള്ളതായി നേരത്തെ ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നത്. ആ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ വരുന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് കൊല്ലം തീരത്തേക്ക് ആളുകൾ, പൊതുജനങ്ങൾ പോകരുത്, കൂട്ടമായി അങ്ങോട്ടേക്ക് പോകരുത്, അതീവ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നാണ് പൊതുജനങ്ങൾ Crafted with devotion, passion and love. Presenting വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ശരിക്കും ഈ കപ്പലിന് തകരാറുണ്ടായിരുന്നു, എന്നാൽ തകരാർ പരിഹരിക്കാതെയാണ് വിഴിഞ്ഞത്ത് നിന്ന് ഈ കപ്പൽ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചതും കൊച്ചിയിൽ നിന്നും പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുമായിരുന്നു പദ്ധതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ പറയും. ഇന്നലെ കസ്റ്റംസിൻ്റെതായി പുറത്തു വന്ന പ്രസ് റിലീസിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കപ്പലിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ്, കപ്പലിൽ ചില തകരാറുകൾ ഉണ്ടായിരുന്നു. ആ തകരാറുകൾ പരിഹരിക്കുന്നതിൽ ചില പാളിച്ചകൾ പറ്റി. ആ ഘട്ടത്തിലാണ് ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ കണ്ടെയ്നറുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും നിരീക്ഷണം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം എന്ന കപ്പൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഒരു ഡ്രോണിയർ എയർക്രാഫ്റ്റും അവിടെയുണ്ട്. 2 കാര്യങ്ങൾക്കാണ് നിലവിൽ ഇന്ത്യൻ നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും പ്രാധാന്യം നൽകുന്നത് ഈ കപ്പലിന്റെ അപകടവുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആ കപ്പലിലുണ്ടായിരുന്ന 24 നാവികരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അത് പൂർത്തിയായിട്ടുണ്ട്. മറ്റു രണ്ടാമത്തെ കാര്യം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള നടപടിയാണ്. അതായത് ഇതിനകത്ത് 84.44 മെട്രിക് ടണ്ണോളം വരുന്ന ഡീസലും 36.1 മെട്രിക് ടണ്ണോളം വരുന്ന ഫർണസ് ഓയിലും ഈ കപ്പലിനകത്തുണ്ടായിരുന്നു. അത് ഇതിനോടകം തന്നെ വാതക ചോർച്ചയുടെ ഭാഗമായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ ഒരു ഇന്ററാക്ഷനിൽ അവർ പറഞ്ഞത് ഏകദേശം 2 നോട്ടിക്കൽ മൈലോളം ദൂരത്തിൽ ഇത്തരത്തിൽ ഈ എണ്ണ വ്യാപിച്ചിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ, കടലിൽ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പരമാവധി ശ്രമമുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്രയധികം മെട്രിക് ടൺ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ തീരത്തേക്ക് ഈ ഇത്തരത്തിലുള്ള എണ്ണപ്പാളി എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ അവിടെ വെച്ച് തന്നെ പരമാവധി അതിൻ്റെ ഒരു തോത് കുറയ്ക്കുക, ഒരു തീവ്രത കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമം ഇങ്ങനെയാണ്. അവിടെ ഉള്ള ICGയുടെ ഇന്ത്യൻ സക്ഷം എന്ന് പറയുന്ന ആ കപ്പലാണ് ഇതിന്റെ പ്രതിരോധ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. എയർക്രാഫ്റ്റും അവിടെ ഉണ്ട്. എയർക്രാഫ്റ്റ് ആയിരിക്കും ഈ എണ്ണപ്പാളികൾ കൃത്യമായി സ്പോട്ട് ചെയ്യുക. ആ എണ്ണപ്പാളികൾ കൃത്യമായി എയർക്രാഫ്റ്റ് സ്പോട്ട് ചെയ്തതിനനുസരിച്ച് ഈ സക്ഷം കപ്പൽ അവിടെ ബൂം ചെയ്ത് ആ എണ്ണ അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ അത് കുറേയേറെ ദൂരത്തേക്ക് പടർന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കൺട്രോളിലല്ലാതെ കാര്യങ്ങൾ മാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് 643 കണ്ടെയ്നറുകളാണ് ആ ഷിപ്പിൽ ആകെ മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ 73 എണ്ണം ഇത്തരത്തിൽ ശൂന്യമായ കണ്ടെയ്നറുകളാണ്. അതിൽ ചില കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഈ കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു നിഗമനപ്രകാരം ആദ്യത്തെ ദിവസം 9 കണ്ടെയ്നറുകൾ വെള്ളത്തിൽ ഒലിച്ചു പോയെങ്കിൽ അത് 2ാം ദിവസത്തേക്ക് എത്തുമ്പോൾ 31 എണ്ണമായിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 40ഓളം കണ്ടെയ്നറുകളാണ് ഈ കടലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കണ്ടെയ്നറിൽ നിന്ന് ഒലിച്ചു പോയിട്ടുള്ളതെന്നാണ് ഈ ICGയുടെ ഒരു വിലയിരുത്തൽ. ബാക്കി കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ ഷിപ്പിനൊപ്പം തന്നെ ആ പ്രദേശത്ത് സിങ്ക് ചെയ്ത് കിടക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കപ്പൽച്ചാലായതുകൊണ്ട് തന്നെ ആ കണ്ടെയ്നറുകൾ അവിടെ കിടക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം പ്രധാനപ്പെട്ട മറ്റ് കപ്പലുകൾ വരുമ്പോൾ അതിന്റെ പ്രൊപ്പല്ലർ അടക്കം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ ബാക്കി അവിടെ കിടക്കുന്ന, ഇപ്പോൾ വെയിറ്റ് കൂടിയ കണ്ടെയ്നറുകളാണെങ്കിൽ സ്വാഭാവികമായത് താഴത്തേക്ക് പോയി അവിടെ അടിത്തട്ടിൽ കിടക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ആ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം ഈ മദർഷിപ്പ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. അവിടെ ഒരു സാൽവേഷൻ കപ്പൽ എത്തിച്ച് ഇന്ത്യൻ നേവിയുടെയും അതോടൊപ്പം തന്നെ ICGയുടെയും നേതൃത്വത്തിൽ അവിടെ നിന്ന് ആ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. അത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ആ ഷിപ്പിംഗ് കമ്പനിക്ക് വലിയ രീതിയിലുള്ള പിഴയൊക്കെ നൽകേണ്ടി വരും. മറ്റൊന്ന്, ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ്. 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട്. 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണുള്ളത്. ഈ കാൽസ്യം കാർബൈഡ് ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ എക്സ്പ്ലോസീവ് ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു റിയാക്ഷൻ നടക്കുകയും അവിടെ ഇത്തരത്തിൽ ഈ പുകപടലങ്ങൾ ഉണ്ടാകുകയും
ചെയ്തിട്ടുണ്ട്. ആ ദൃക്സാക്ഷികളടക്കം അത് ഇന്നലെ തന്നെ വിവരിക്കുകയും ചെയ്തതാണ് നമ്മളോട്. അവിടെ അത് ഇത്തരത്തിൽ കാർബൈഡ് വെള്ളവുമായി സംയോജിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് വലിയ പുകപടലങ്ങളും തീനാളങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ഈ കപ്പല് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതല്പം ഡേഞ്ചറസ് സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഒഴുകി വരുന്ന കണ്ടെയ്നറുകളിൽ എന്താണ് എന്നൊരു വ്യക്തത പിന്നീട് മാത്രമാണ് അറിയുക. അതായത് ഒഴുകി തീരത്തേക്ക് എത്തുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ അത് പിന്നീട് പരിശോധിക്കുന്ന ഘട്ടത്തിലൊക്കെ മാത്രമാണ് അറിയുക. ഈ ഡോറുകൾ തുറന്നു കിടക്കുന്ന ഘട്ടത്തിലാണ് നമുക്കിത് ശൂന്യമാണ് എന്ന് മനസ്സിലാകുക. ഇപ്പോഴും ആശങ്കകൾ തുടരുന്നത് ഈ 13 കണ്ടെയ്നറുകൾ ഈ ഒഴുകിപ്പോയ 40 കണ്ടെയ്നറുകളിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ടാണ് ശൂന്യമായ കണ്ടെയ്നറുകൾ പോലും തീരത്തേക്ക് എത്തുമ്പോൾ ആളുകൾ ജാഗ്രത പുലർത്തണം. ഒരു തരത്തിലുള്ള കൗതുകവും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കരുത്, കൗതുക നടപടി സ്വീകരിക്കരുത്. ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അത് തൊടാനോ അല്ലെങ്കിൽ അതിന്റെ വശത്തേക്ക് പോലും പോകരുത്. കാരണം എക്സ്പ്ലോസീവ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കെമിക്കൽ ഐറ്റംസ് ഒക്കെ ആണ് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെള്ളവുമായി റിയാക്ട് ചെയ്ത് അത് വലിയ ഗുരുതര ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. അതാണ് കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ പറയുന്നത്. ഒപ്പം ഈ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നേവിയും അതോടൊപ്പം കോസ്റ്റ് ഗാർഡും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്ര മെട്രിക് ടണ്ണോളം ഡീസലും അതോടൊപ്പം ഈ ഫർണസ് ഓയിലുമാണ് ഈ കപ്പലിലുള്ളത്. അത് സ്വാഭാവികമായും ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ആ പ്രദേശത്തുള്ള കടലിന്റെ സന്തുലിതാവസ്ഥയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മത്സ്യത്തൊഴിലാളികളും അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ച് നാൾ കൂടി ഒരു പക്ഷേ ആ ആശങ്കകൾ നിലനിൽക്കും. ഇത് പൂർണ്ണമായും അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതൊരു ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ അതിന്റെ തോത് കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശക്തമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞു മുഹമ്മദ് ചോദിക്കുന്നത് SK, കണ്ടെയ്നറിലുള്ള രാസവസ്തു കടലിൽ ചേർന്നാൽ മത്സ്യബന്ധനത്തിന് ദോഷം ചെയ്യുമോ? അത് ഏത് വസ്തുവാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. എന്തായാലും കുറച്ചുകൂടി അടുത്ത മണിക്കൂറുകളിൽ കാര്യം വ്യക്തമാകും. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാനേ നിവർത്തിയുള്ളൂ. ഇന്ന് നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേള കഴിയുമ്പോൾ കേരളത്തിൽ വ്യാപകമായി അതിശക്ത മഴ തുടരുകയാണ്. ഇന്ന് 11 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും മഴയുടെ കൂടുതൽ വാർത്തകളുമായി ഇടവേള കഴിഞ്ഞ് നമുക്ക് മടങ്ങി വരാം. അടുത്ത 3 മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധമായ ജാഗ്രതകളും നമ്മൾ പാലിക്കണം. ഇടവേള കഴിഞ്ഞ് വേഗം നമ്മൾ മഴയിലേക്ക് മടങ്ങി വരും. മഴ തകർക്കുകയാണ്. ബ്രേക്ക്.